ഹലോ ഹായ് എല്ലാവർക്കും പീറ്റ്സ് അക്കാദമി സ്മാർട്ട് പ്ലസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഓണപരീക്ഷയ്ക്ക് അടുത്തിരിക്കുകയാണ്. എല്ലാവരും ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കും. നമ്മൾ ഇന്ന് ഹിസ്റ്ററിയിൽ, സോഷ്യൽ സയൻസിൽ ഈ പറയുന്ന ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഏത് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, നമുക്കറിയാം ഓണപരീക്ഷയ്ക്ക് ഏകദേശം 4 ചാപ്റ്ററുകളാണ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചോദിക്കുന്നത്. അതിലെ ഓരോ ചാപ്റ്ററുകളിൽ നിന്നും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യമേ ഒന്നാമത്തെ പാഠം അല്ലെങ്കിൽ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വേൾഡ് അല്ലെങ്കിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം പ്രധാനമായിട്ടും 5 വിപ്ലവങ്ങളാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചാണ് ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും 2 അല്ലെങ്കിൽ 3 ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനുകളാണ് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്നാമത്തത് മെർക്കന്റിലിസം എന്താണെന്നും അതിലെ പ്രധാനപ്പെട്ട പോളിസികൾ എന്താണെന്നും, രണ്ടാമത്തത് എന്താണ് ഈ പറയുന്ന കോണ്ടിനെന്റൽ കോൺഗ്രസുകൾ, അതിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, മൂന്നാമത്തതും ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്, ഇമ്പാക്ട്സ് ഓഫ് അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ 3 എണ്ണമാണ് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് ചോദിക്കുന്ന ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ 1 വേർഡ് ക്വസ്റ്റ്യനുകളും നിങ്ങളോട് ചോദിക്കാം. ആരാണ് ഈ പറയുന്ന സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ എടുത്ത അമേരിക്കൻ കോണ്ടിനെന്റൽ ആർമിയുടെ സർവ്വസൈന്യാധിപൻ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു എന്നും, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയത് ആരാണെന്നും, കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷങ്ങൾ ഏതാണെന്നും, അതുപോലെ തന്നെ അമേരിക്കൻ റവല്യൂഷൻ സ്ലോഗൻ എന്താണെന്നും, റൈറ്റേഴ്സ് ആരൊക്കെയാണ് ഇതിനകത്ത് സ്വാധീനിച്ചതെന്നൊക്കെയുള്ള ഈ പറയുന്ന പോലെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യനുകൾ ഇതിൽ നിന്ന് ചോദിക്കാം. ഇതാണ് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ 3 പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേകളും ഒരു വലിയ എസ്സേയും ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഒന്നാമത്തെ ഈ പറയുന്ന ഷോർട്ട് എസ്സേ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എസ്റ്റേറ്റുകളെ കുറിച്ചാണ്. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എസ്റ്റേറ്റുകളും അതിൻ്റെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ എസ്റ്റേറ്റുകളും അതിൻ്റെ സവിശേഷതകളും എന്താണെന്ന് നിങ്ങളോട് ചോദിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ഷോർട്ട് എസ്സേ ആയിട്ടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് അറിയാം ഈ പറയുന്ന ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം 1789 ആയപ്പോഴേക്കും ഒരു വലിയ കടക്കണിയിലേക്ക് മാറി എന്ന് നമ്മൾ കണ്ടിരുന്നു. ബാങ്ക്രപ്റ്റിയിലേക്ക് മാറി എന്ന് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ എന്താണ് ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ഫ്രാൻസ് ബാങ്ക്രപ്റ്റിയിലേക്ക് മാറിയതെന്നും അതുപോലെ തന്നെ എന്താണ് ടെന്നീസ് കോർട്ട് എന്നും ചോദിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേരത്തെ അമേരിക്കൻ റവല്യൂഷൻ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇമ്പാക്ട്സ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നിങ്ങളോട് ചോദിക്കാം. ഇതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒപ്പം 1 വേർഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത്. ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും ആദ്യമേ ഈ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട 3 കോട്ടുകൾ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയിസ് 14, എനിക്ക് ശേഷം പ്രളയം ആഫ്റ്റർ മീ ഡെലൂഗ് എന്ന് പറഞ്ഞ ലൂയിസ് 15 കോട്ട്, ദെൻ മേരി അന്റോണിറ്റിയുടെ കോട്ട്. ഇതൊക്കെ ആര് പറഞ്ഞു എന്ന് ചോദിക്കാം. ഒരിക്കലും ശ്രദ്ധിക്കുക, നിങ്ങളോട് ഈ കോട്ട്സ് എന്താണെന്ന് ചോദിക്കത്തില്ല, മറിച്ച് അത് ആര് പറഞ്ഞു എന്ന് ചോദിക്കാം. ഇതും ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അതുകൂടെ നോക്കുക. ഒപ്പം ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നെപ്പോളിയനെ കുറിച്ചാണ്. വാട്ട് ആർ ദ റിഫോംസ് ഓഫ് നെപ്പോളിയൻ, എന്തൊക്കെയാണ് നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്ന് ചോദിക്കാം. 4 എണ്ണം 6 എണ്ണം അതിനകത്തുണ്ട്. നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ടും 4 എണ്ണം പഠിക്കാം. അത് നിങ്ങളോട് എന്തായാലും ഒരു 4 മാർക്കിന് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതൊക്കെയാണ് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ മൂന്നാമത്തെ റവല്യൂഷൻ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനാണ്. ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനിലെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സമര നേതാക്കന്മാരായിട്ടുള്ള 3 ആളുകളുടെ പേരെന്തൊക്കെയാണെന്നാണ് നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, ആ 3 ആളുകളുടെ പേര് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. നാലാമത്തെ വിപ്ലവമായിട്ടുള്ള റഷ്യൻ റവല്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറയുന്ന പാഠത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന സാധിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ വരാവുന്ന സാധ്യതയുള്ള ഒരു ഭാഗമാണ് റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇതിൽ നിന്ന് വരുന്ന ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത്, ഒന്ന്, എന്തൊക്കെയാണ് റഷ്യൻ വിപ്ലവം നടക്കാനുള്ള സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ് എന്നതാണ് ആദ്യത്തെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഈ പറയുന്ന ജപ്പാൻ റഷ്യ യുദ്ധത്തെക്കുറിച്ചും
അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഫലങ്ങൾ എന്താണെന്ന് ചോദിക്കാം. റഷ്യ ജപ്പാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് ഒന്ന് ബ്ലഡി സൺഡേ ആണ്, അല്ലെങ്കിൽ രക്തരൂക്ഷ ഞായറാഴ്ചയും പിന്നീടുണ്ടായ ഡൂമിയുടെ രൂപീകരണമാണ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ചോദിക്കാം. കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് റഷ്യൻ ജപ്പാൻ യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്ന് ചോദിക്കുന്നത്. ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷ ഞായറാഴ്ച എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും ഇതിന് ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ബ്ലഡി സൺഡേയും പിന്നീടുണ്ടായ ഡൂമയുടെ ഫോർമേഷനുമാണ്. പിന്നീട് വരുന്ന എസ്എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എന്താണ് ഫെബ്രുവരി റെവല്യൂഷൻ എന്നാണ്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിമാൻഡ്സ് ഓഫ് ലെനിൻ, ലെനിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നുള്ളതാണ്. 3 ആവശ്യങ്ങൾ നമുക്കറിയാം. പിന്നീട് ഒക്ടോബർ റെവല്യൂഷൻ അല്ലെങ്കിൽ ഒക്ടോബർ വിപ്ലവം എന്തെന്നാണെന്നുള്ളതാണ്. പിന്നീട് വരുന്ന അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പറയുന്ന റഷ്യൻ റെവല്യൂഷൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണുന്നത്. അവസാനം നമ്മൾ കുറേ പോയിന്റുകൾ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 അല്ലെങ്കിൽ 5 എണ്ണം പ്രധാനമായിട്ടും പഠിക്കുക. ഇതാണ് ഈ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടെ ഈ റഷ്യൻ വിപ്ലവമാണെന്ന് ഓർക്കുക. then അതിനുശേഷം നമ്മൾ 5ാമത്തെ റെവല്യൂഷനായ ചൈനീസ് റെവല്യൂഷനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ചൈനീസ് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അത് ലോങ് മാർച്ച് എന്താണ്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡെഫിനേഷൻ ആയിരിക്കും. 1 വേർഡുകൾ പിന്നീട് ഇതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ആരാണ് ഓപ്പൺ ഡോർ പോളിസി അല്ലെങ്കിൽ തുറന്ന വാതിൽ നയം രൂപീകരിച്ചതെന്നും എന്തൊക്കെയാണ് സൺ യാറ്റ്സന്റെ ഐഡിയോളജീസ് ആശയങ്ങളെന്നും എന്നൊക്കെ ചോദിക്കാൻ, അല്ലെങ്കിൽ എന്നാണ് ബോക്സർ റിബല്യൻ നടന്നതെന്ന്, അല്ലെങ്കിൽ എന്താണ് ബോക്സർ റിബല്യൻ എന്നൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് ചൈനീസ് റെവല്യൂഷൻ. ഇത്രയുമാണ് ചൈനീസ് റെവല്യൂഷൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത്രയുമാണ് ആദ്യത്തെ ചാപ്റ്ററുകളിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ 2ാമത്തെ പാഠത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ സോഷ്യൽ സയൻസിൽ 10ാം ക്ലാസ്സിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ വേൾഡ് ഇൻ ദി 20th സെഞ്ചുറി അല്ലെങ്കിൽ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഏറ്റവും ആദ്യമേ പഠിക്കേണ്ട 3 കാര്യങ്ങളുടെ ഡെഫിനിഷനുകളാണ്. ഒന്നാമത്തത് എന്താണ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ എന്താണ് മുതലാളിത്തം, അതിനുശേഷം എന്താണ് കൊളോണൈസേഷൻ, എന്താണ് കോളനിവൽക്കരണം, മൂന്നാമത്തത് എന്താണ് ഇമ്പീരിയലിസം അല്ലെങ്കിൽ എന്താണ് സാമ്രാജ്യത്വം. ഈ 3 എണ്ണത്തിൻ്റെ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ വരെയുള്ള ക്വസ്റ്റ്യനുകളായിട്ട് ഇത് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ 3 ഡെഫിനിഷനുകൾ പഠിക്കാം. പിന്നീട് നമ്മൾ വരുന്നത് എങ്ങനെയാണ് ഇമ്പീരിയലിസം കോളനികളെ ബാധിച്ചതെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യനിലേക്കാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് സാമ്രാജ്യത്വം കോളനികളെ ബാധിച്ചിരിക്കുന്നതെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതുകൂടെ ഇതിനകത്ത് പഠിക്കുക. അതാണ് അടുത്തതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന് ശേഷം വരുന്നത് എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കാരണങ്ങൾ എന്താണെന്ന്. ഒക്കെ നമ്മൾ കുറേ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കാരണങ്ങൾ ഇന്നതാണ് എന്ന് നമ്മൾ പഠിക്കാറില്ല. ഓക്കെ, അതിന് മറിച്ച് നമ്മൾ കണ്ടറിഞ്ഞ് എഴുതേണ്ട ചില കാര്യങ്ങളാണ് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഈ പറയുന്നിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഒന്ന് അലയൻസുകളെ കുറിച്ചാണ്. ഓക്കെ, അതായത് ഈ കാലഘട്ടത്തിൽ 1ാം ലോക മഹായുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചില അലയൻസുകളാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നമ്മൾ കണ്ടു ട്രിപ്പിൾ അലയൻസ് അല്ലെങ്കിൽ ത്രികക്ഷി സഖ്യമെന്നും ട്രിപ്പിൾ എൻറ്റിറ്റി ത്രികക്ഷി സൗഹാർദ്ദം എന്ന പേരിലും യൂറോപ്പിലുണ്ടായ 2 അലയൻസുകളാണ് 1ാം ലോക മഹായുദ്ധത്തിന് 1ാമത്തെ പ്രധാനപ്പെട്ട കാരണം. 2ാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഐഡിയോളജിയാണ്. അതിന് വിളിക്കുന്ന പേര് അഗ്രസീവ് നാഷണലിസം അല്ലെങ്കിൽ തീവ്രദേശീയത എന്നാണ്. ഓക്കെ, എന്താ തീവ്രദേശീയത എന്ന് പഠിക്കുക. ഒപ്പം തീവ്രദേശീയതയുടെ ഭാഗമായിട്ടുണ്ടായ 3 പ്രധാനപ്പെട്ട മൂവ്മെൻറ്റുകൾ. ഓക്കെ, പാൻസ്ലേവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവഞ്ച് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പ്രതികാര പ്രസ്ഥാനം. ഈ 3 എണ്ണം എന്താണെന്നും ആര് തുടങ്ങി എന്നും കൂടെ പഠിക്കുക. ഓക്കെ, ദെൻ ഇതാണ് 2ാമത്തെ കാരണമായിട്ട് വരുന്നത് 1ാം ലോക മഹായുദ്ധത്തിന്. ദെൻ 3ാമത്തെ കാരണമായിട്ട് വരുന്നത് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കുന്ന 3ാമത്തെ കാരണം മൊറോക്കൻ ക്രൈസിസ് എന്താണ് അല്ലെങ്കിൽ മൊറോക്കൻ പ്രതിസന്ധി എന്താണ്, എന്താണ് ബാൽക്കൻ പ്രതിസന്ധി അല്ലെങ്കിൽ ബാൽക്കൻ ക്രൈസിസ് എന്താണെന്നാണ്. ഇതാണ് 1ാം ലോക മഹായുദ്ധത്തിൻ്റെ 3ാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തുടങ്ങാനുള്ള കാരണം. 4ാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ഈ പറയുന്ന പോലെ സഡൻ റീസൺ ഫോർ സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് വേൾഡ് വാർ. 1ാം ലോക മഹായുദ്ധം പെട്ടെന്നുണ്ടാകാനുള്ള കാരണം ഇതാണ്. ഓസ്ട്രിയൻ രാജകുമാരനായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ബോസ്നിയൻ തലസ്ഥാനമായ സരാജീവോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് സെർബിയക്കാരനായ ഗവ്രിൽ
ഗബ്രിലോ പ്രിൻസിപ്പ് എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യുന്നു, കൊലപ്പെടുത്തുന്നു. ഇതിന്റെ പേരിൽ സെർബിയയും ഓസ്ട്രിയയും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സംഘർഷമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത് നമ്മൾ കണ്ടിരുന്നു. അതുകൂടെ കാണുക. അങ്ങനെ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങാനുണ്ടായത്. അതുകൂടെ നമ്മൾ പഠിക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പറയുന്നത് ഇമ്പാക്ട്സ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. ഓക്കെ, ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഫലങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ശ്രദ്ധിക്കുക, ഇത് തന്നെ ഏകദേശം ഇതേ പോയിന്റുകൾ തന്നെയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഫലങ്ങളായിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, രണ്ടെണ്ണത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യുക. ഓക്കെ, ദെൻ അതിനുശേഷം എക്കണോമിക് ഡിപ്രഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലങ്ങൾ എന്താണെന്നുള്ളതിന് 4 പോയിന്റുകൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, ചോദിക്കാൻ വളരെ കുറച്ച് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ആ ഭാഗം എന്ന് പറയുന്നത്. അതുകൂടെ നമ്മൾ പഠിക്കാം. ദെൻ അതിനുശേഷം നമ്മൾ ഫാസിസം നാസിസത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആദ്യം പഠിക്കുന്നത് ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ഐഡിയോളജീസിൽ നിന്ന് ഒരു 5 എണ്ണമെങ്കിലും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, ദെൻ നമ്മൾ കണ്ടു ഫാസിസവും നാസിസവും പേരുകൾ തമ്മിൽ വ്യത്യസ്തമാണെങ്കിലും ഏകദേശം ഒരുപോലെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് അതുകൂടെ നമ്മൾ പഠിക്കാം. ദെൻ അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ടും വരുന്നത് ഫാസിസം എങ്ങനെയാണ്, ഫാസിസവും അതിൻ്റെ ഉപജ്ഞാതാവായ ബെനിറ്റോ മുസോളിനിയും ഇറ്റലിയിൽ അധികാരത്തിൽ വരാനുള്ള 3 കാരണങ്ങൾ എന്താണെന്ന് പഠിക്കുക. ദെൻ എന്താണ് ബ്ലാക്ക് ഷർട്ട്സ് എന്ന് കൂടെ പഠിക്കുക. ഓക്കെ, ദെൻ നമ്മൾ നാസിസത്തിലേക്ക് പോവുകയാണെങ്കിൽ നാസിസവും അതിൻ്റെ ഉപജ്ഞാതാവായ അഡോൾഫ് ഹിറ്റ്ലറും എങ്ങനെയാണ് ജർമ്മനിയിൽ അധികാരത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് പഠിക്കുക. എന്താണ് ഹോളോകോസ്റ്റ് എന്ന് പഠിക്കുക. ബ്രൗൺ ഷർട്ട്സ് അല്ലെങ്കിൽ ഗെസ്റ്റപ്പ് എന്ന് പറഞ്ഞാൽ ആരാന്ന് കൂടെ പഠിക്കുക. ഇതാണ് നിർബന്ധമായിട്ട് അതിനകത്ത് പഠിക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്. ദെൻ നമ്മൾ രണ്ടാം ലോകമഹായുദ്ധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ദ പോളിസി ഓഫ് അപ്പീസ്മെൻറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് രൂപീകരിച്ച 2 അലയൻസുകളാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുമായി രൂപീകരിച്ച 2 സഖ്യങ്ങളും ഒപ്പം പ്രീണന നയം അല്ലെങ്കിൽ എന്താണ് ദ പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് എന്നുകൂടെ പഠിക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പോകുന്നത് യുദ്ധത്തിൻ്റെ ഫലങ്ങളിലേക്ക് വരികയാണ്. നമ്മൾ കണ്ടു ഫസ്റ്റ് വേൾഡ് വാറിൻ്റെയും സെക്കൻഡ് വേൾഡ് വാറിൻ്റെയും ഏകദേശം ഒരുപോലെയാണ്. ഒരു കാര്യം മാത്രമേ അതിനകത്ത് മാറ്റം വരുന്നുള്ളൂ. ആദ്യത്തേതിൽ ലീഗ് ഓഫ് നേഷൻസ് ആണ് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം രൂപപ്പെടുന്നതെങ്കിൽ ഇവിടെ യുഎൻഒ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആണെന്ന് കൂടെ പഠിക്കുക. എന്നാണ് UN ഡേ എന്ന് കൂടെ ഇതിൻ്റെ കൂടെ പഠിക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡീകോളനൈസേഷനെ കുറിച്ചാണ് അല്ലെങ്കിൽ അപകോളനവൽക്കരണത്തെ കുറിച്ചാണ്. നമ്മൾ കണ്ടു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അതുപോലെ ലാറ്റിൻ അമേരിക്കയിലെയും ഒരുപാട് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ കണ്ടിരുന്നു. ഈ പ്രോസസ്സിനെ ഡീകോളനൈസേഷൻ അല്ലെങ്കിൽ അപകോളനവൽക്കരണം എന്ന് പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾ കണ്ടിരുന്നു. ഓക്കെ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക മുതലായ രാജ്യങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ അവിടെ കണ്ടിരുന്നു. ആ രാജ്യങ്ങളുടെ പേരും അതിൻ്റെ രാഷ്ട്രതലവന്മാരുടെ പേരും കൂടെ നിർബന്ധമായിട്ട് പഠിക്കാം. അതിനുശേഷം അടുത്തത് പ്രധാനമായിട്ട് നമ്മൾ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാറിനെ കുറിച്ചാണ്. ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. നമ്മൾ കണ്ടു അമേരിക്ക അല്ലെങ്കിൽ USA-യും സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR-ഉം തമ്മിലുണ്ടായിരുന്ന ഐഡിയോളജിക്കൽ ഡിപ്ലോമാറ്റിക് കോൺഫ്രണ്ടേഷൻസിനാണ് അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള സംഘർഷങ്ങളെയാണ് ശീതസമരം എന്ന് വിളിക്കുന്നത്. അത് നിർബന്ധമായിട്ടും ആ ഡെഫിനിഷൻ മാത്രം പഠിക്കാം. അതിനുശേഷം നാം അല്ലെങ്കിൽ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കണ്ടു ഈ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നാം എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട 2 വർഷങ്ങൾ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 1956, 1961. ഈ വർഷങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് കൂടെ ഇതിനകത്ത് പഠിക്കാം. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ തകരാനുള്ള 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ചോദിക്കാം, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഇത്. അതുകൂടെ ഈ ഭാഗത്ത് നിന്ന് പഠിക്കുക. 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് ലോകത്തിലെ വൻ ശക്തിയായിരുന്ന സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി 1990-കളിൽ. അതെന്തൊക്കെയാണെന്നാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് ന്യൂ എക്കണോമിക് പോളിസിയെക്കുറിച്ചും നിയോ ഇമ്പീരിയലിസത്തെ കുറിച്ചാണ്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം ഈ പറയുന്ന അവികസിത വികസ്വര അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആൻഡ് അൺഡെവലപ്പിംഗ് നേഷൻസിനെ ബാധിക്കുന്നതെന്ന് പറയുന്ന ഭാഗം കൂടെ നോക്കുക. ഇത്രയുമാണ് ഈ വലിയ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ താരതമ്യേന മറ്റു ചാപ്റ്ററുകളിൽ നിന്ന് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, നമ്മൾ കണ്ടു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഏറ്റവും ആദ്യമേ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന എൻ ഗ്ലാഡൻ എന്ന് പറയുന്ന ആളുടെ അഭിപ്രായം എന്താണെന്ന് അത് ആദ്യമേ പഠിക്കുക. ആ ഡെഫിനിഷൻ മാത്രം അതിനകത്ത് പഠിക്കുക, കൂടുതലായിട്ട് ഒന്നും പഠിക്കരുത്. രണ്ടാമത്തത് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടു പൊതുഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ 4 എണ്ണമാണ്. ആ 4 എണ്ണം പോയിന്റ് മാത്രം പഠിക്കുക.
കൂടുതലായിട്ട് പാരഗ്രാഫ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ആ ഭാഗത്തേക്ക്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ബ്യൂറോക്രസിയുടെ ഡെഫിനിഷൻ പഠിക്കുക. പ്രധാനമായിട്ട് 5 ഫീച്ചേഴ്സാണ് ബ്യൂറോക്രസിക്കുള്ളത് നമ്മൾ കണ്ടു. ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നിർബന്ധമായിട്ടും പഠിക്കുക. ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസിയും ബ്യൂറോക്രസിയുടെ ഡെഫിനിഷനും. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കാം. ദെൻ അതിനുശേഷം നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടു, ഇന്ത്യൻ സിവിൽ സർവീസിനെ ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസ് എന്നും, സെൻട്രൽ സർവീസ് അല്ലെങ്കിൽ കേന്ദ്ര സർവീസ് എന്നും, സ്റ്റേറ്റ് സർവീസ് അല്ലെങ്കിൽ സംസ്ഥാന സർവീസ് എന്നും 3ആയിട്ട് തിരിക്കുന്നു. അതിന് 3 ആ കോളത്തിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും അതിൽ പ്രധാനപ്പെട്ട എക്സാമ്പിളുകൾ എന്താണെന്നും അതിനകത്ത് തന്നിട്ടുണ്ട്. നിർബന്ധമായിട്ട് പഠിക്കുക. ഒപ്പം ആരാണ് അല്ലെങ്കിൽ എന്താണ് UPSC എന്ന് പറഞ്ഞാൽ, എന്താണ് PSC എന്ന് പറഞ്ഞാൽ, UPSCയിലെയും PSCയിലെയും ചെയർമാനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആരാണ് എന്നതുകൂടെ നിർബന്ധമായിട്ടും പഠിക്കാം. ഓക്കെ, ദെൻ അതിനകത്തിന് ശേഷം നമ്മൾ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട പൊതുഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീഫോമുകളെ കുറിച്ച്, പരിഷ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഗവേണൻസ് കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മൾ കണ്ടു ഗവേണൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഭരണകാര്യങ്ങളിൽ ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗവേണൻസ് എന്ന് വിളിക്കുന്നത്. 4 ബെനിഫിറ്റുകൾ ഗവേണൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടു. ആ 4 എന്താണെന്ന് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ കാണുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. സിമ്പിളായിട്ട് 2 കാര്യങ്ങൾ പഠിച്ചാൽ മതി. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയ വർഷം 2005 ആണ്. അതിനുവേണ്ടി പ്രയത്നിച്ച സംഘടനയുടെ പേര് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന് പറയുന്ന രാജസ്ഥാനിലെ സംഘടനയാണ് എന്നുള്ള കാര്യം മാത്രം പഠിക്കാം. ദെൻ റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ആ ബോഡിക്ക് എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും, എന്താണ് റൈറ്റ് ടു സർവീസ്. ഓക്കെ, ഒരു ഗവൺമെൻറ് ഓഫീസിലെത്തിയാൽ നമുക്ക് കിട്ടേണ്ട സേവന അവകാശ നിയമത്തെക്കുറിച്ച് എന്താണെന്ന് പഠിക്കുക. അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പഠിക്കാം. then അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവർ നടത്തുന്ന രാഷ്ട്രീയക്കാർ നടത്തുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അഴിമതികളും സ്വജനപക്ഷപാതവും ഒക്കെ നെപ്പോട്ടിസം ഒക്കെ എങ്ങനെ തടയാൻ സാധിക്കും, അതിനു വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഏജൻസികൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്. 3 പ്രധാനപ്പെട്ട ഏജൻസി നമ്മൾ കാണുന്നു. ഒന്ന് ലോക്പാലും ലോകായുക്തയും. ഓക്കെ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള ചോദിക്കും. സിമ്പിളായിട്ട് എന്താ ലോക്പാൽ എന്താ ലോകായുക്ത എന്ന് പഠിക്കുക, അത് മാത്രം എഴുതിയാൽ മതി. ദെൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷനെ കുറിച്ചാണ് ചോദിക്കുക. ഓക്കെ, CBC എന്നായിരിക്കും ചിലവരിൽ കാണുക. എന്ന് രൂപീകരിച്ചു, എന്താണ് ഇതിൻ്റെ അധികാര പരിധി എന്ന് നോക്കുക. ദെൻ ഓംബുഡ്സ്മാൻ, ആരാണ് ഓംബുഡ്സ്മാൻ? നമ്മൾ കണ്ടു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി ജഡ്ജായിരിക്കും ഓംബുഡ്സ്മാനായിട്ട് നിയോഗിക്കുക. അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന പോലെ നടപടിയെടുക്കാം എന്നതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. ശ്രദ്ധിക്കുക, വളരെ താരതമ്യേന വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, കൃത്യമായിട്ട് പഠിക്കാം. ദെൻ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ 4ാമത്തെ ചാപ്റ്ററിൻ്റെ പകുതി വരെയായിരുന്നു ഓണം എക്സാമിന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം ഈ ഓണാഘോഷങ്ങൾ സെപ്റ്റംബറിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സമയം നീട്ടി നൽകിയതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ ഏകദേശം ഭൂരിപക്ഷം ഭാഗങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടിയാണ്. ഓക്കെ, ഇത് എന്നിരുന്നാൽ പോലും ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്, അത്രയും ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. നമ്മൾ എന്നാലും ആദ്യം മുതൽ അവസാനം വരെയുള്ളത് നോക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കും. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ലാൻഡ് ടാക്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതികളെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു ഇവിടെ 3 ഭൂനികുതികളാണ് ഇവർ നടപ്പിലാക്കുന്നത്. ഒന്ന് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, രണ്ടാമത്തത് റൈറ്റ് വാരി സിസ്റ്റം, മൂന്നാമത്തത് മഹൽ വാരി സിസ്റ്റം. ഈ 3 ഓരോന്നിനെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. പ്രത്യേകിച്ച് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്താണെന്ന് നിർബന്ധമായിട്ടും പഠിക്കുക. 5 എണ്ണമെങ്കിലും നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ കാണുന്നത് കൊമേഴ്സ്യലൈസേഷൻ അല്ലെങ്കിൽ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്താണ് നമ്മൾ കാണുന്നത്. ഇത്രേ ഉള്ളൂ. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഭക്ഷ്യവിളകൾ അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സ് ആയിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ കടന്നുവരവോടുകൂടി ഭക്ഷ്യവിളകൾ ഉപേക്ഷിക്കുകയും ആളുകൾ നാണ്യവിളകൾ അല്ലെങ്കിൽ ക്യാഷ് ക്രോപ്സ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ ട്രാൻസ്ഫോർമേഷനെ ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ആ ട്രാൻസ്ഫോർമേഷനാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് വിളിക്കുന്ന അറിയാവോ, ഈ പറയുന്ന കൊമേഴ്സ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ ഇൻഡിഗോ റിവോൾട്ട് അല്ലെങ്കിൽ നീലം കലാപം എന്താണെന്ന് പഠിക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളിൽ മാത്രം പഠിച്ചാൽ മതി. ഏത് വർഷം നടക്കുന്നു, എന്താണ് ഇതെന്ന് മാത്രം പഠിക്കുക. ദെൻ അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ കാടുകളിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കലാപങ്ങൾ. ഓക്കെ, 2 കലാപങ്ങളെ കുറിച്ചാണ് കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് പറയുന്നത്. ഒന്ന് സന്താൾ കലാപത്തെക്കുറിച്ചും രണ്ടാമത്തെ കുറിച്ച കലാപത്തെക്കുറിച്ചുമാണ് അതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് കുറിച്ച കലാപം, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലായതുകൊണ്ട് തന്നെ ഈ കുറിച്ച കലാപം, വയനാട്ടിൽ നിന്നുള്ള കുറിച്ച കലാപത്തെക്കുറിച്ചുള്ള ചോദ്യം കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആരാണ് ഇത് നയിച്ചത്? നമ്മൾ കണ്ടു 1812
കുറിച്യ കലാപം നയിച്ചത് രാമൻ നമ്പി എന്ന് പറയുന്ന ആളായിരുന്നെന്നും കുറിച്യർ വയനാട്ടിലെ ഗോത്രവിഭാഗക്കാരായിരുന്നു, 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് ഇവർ കലാപം നടത്തിയെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, അത് നിർബന്ധമായിട്ടും പഠിക്കാം. തന്നെ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അടുത്തതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അടുത്തതാണ്. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം കൂടി സംസാരിക്കട്ടെ. നമ്മൾ കുറിച്യ കലാപത്തെ പോലെ സന്താൾ കലാപത്തെ പോലെ വേറെയും കാട്ടിൽ നിന്നുള്ള ചില കലാപങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ പിന്നീട് ലിസ്റ്റ് കാണും. കോൾ കലാപം, മുണ്ട കലാപം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഈ കലാപങ്ങളിൽ നിന്ന് ഒരു 4 പേര് കൂടെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ കടന്നുവരവ് കൊണ്ട് ഇന്ത്യയിലെ പരമ്പരാഗതമായിട്ടുള്ള കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ തുണി വ്യവസായം തകരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കണ്ടു ട്രെയിൻ വന്നതുകൊണ്ട്, ചീപ്പ് റേറ്റിൽ മെഷീൻ സാധനങ്ങൾ വിറ്റത് കൊണ്ട്, അതൊക്കെ കുറച്ച് കാരണങ്ങൾ കാണാം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏകദേശം ഒരു 4 മാർക്ക് മുതൽ 6 മാർക്ക് വരെയുള്ള ചോദ്യം ഈ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നിർബന്ധമായിട്ട് ഈ ഭാഗം കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ വരുന്നത് ആദ്യത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിച്ചാൽ, ഓക്കെ, ഞാൻ അതങ്ങനെ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത്രയും കാലം നമ്മൾ ഈ പറഞ്ഞ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഡിക്ലൈൻ അല്ലെങ്കിൽ ഈ പറയുന്ന നാശത്തെ വരെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി നമ്മൾ പറഞ്ഞാൽ സമയം കൂടുതൽ കിട്ടിയത് കൊണ്ട് ഇനി വരുന്ന 3 ഭാഗങ്ങളുണ്ട്, 3 ഹെഡിങ്ങുകളുണ്ട്. അവിടെ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രതീക്ഷിക്കാം നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം കൂടി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നത്. നമ്മൾ കാണുന്ന ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് 4 പ്രധാനപ്പെട്ട വിഭാഗക്കാർ. ഓക്കെ, അവർ പട്ടാളക്കാർ അല്ലെങ്കിൽ സോൾജേഴ്സ്, രണ്ടാമത്തത് രാജാക്കന്മാർ അല്ലെങ്കിൽ കിങ്സ്, മൂന്നാമത്തത് പെസൻസ് അല്ലെങ്കിൽ കർഷകർ, നാലാമത്തത് ഈ പറയുന്ന പോലെ ഹാൻഡിക്രാഫ്റ്റ്സ്മെൻ അല്ലെങ്കിൽ ക്രാഫ്റ്റ്സ്മെൻ അല്ലെങ്കിൽ കരകൗശല മേഖലയിൽ ജോലി ചെയ്യുന്നവർ. ഇവരാണ് ഈ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നടത്തിയത്. ഈ 4 പേരും ഈ കലാപത്തിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, നമ്മൾ കാണുന്നുണ്ട് ഈ പറയുന്ന സോൾജേഴ്സ് ഈ കലാപത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻഫീൽഡ് റൈഫിളുകൾ ഉപയോഗിക്കാൻ വേണ്ടി വന്നത് കൊണ്ടാണ്. രാജാക്കന്മാർ ഈ കലാപത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്ന ഒരു പുതിയ നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് കൊണ്ടാണ്. ഓക്കെ, പിന്നീട് കർഷകരും തൊഴിലാളികളും വന്നത് എന്തുകൊണ്ടാണ്? ഇത് തൊട്ട് മുമ്പേ നമ്മൾ പഠിച്ചു. കർഷകർ ഈ ബ്രിട്ടീഷുകാരുടെ വലിയ രീതിയിലുള്ള ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ ഭൂനികുതി വ്യവസ്ഥ കൊണ്ടും ഈ പറയുന്ന കരകൗശല മേഖലയിലുള്ളവർ അവരുടെ വ്യവസായം പാടെ ബ്രിട്ടീഷുകാർ തകർത്തത് കൊണ്ടുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു കലാപത്തിലേക്ക് വരുന്നത്. അതിൽ വിവിധ പ്രദേശങ്ങളിൽ നിങ്ങൾ അതിനകത്തൊരു കോളം കാണും. വിവിധ പ്രദേശങ്ങളിൽ ആരാണ് ഈ സമരം നയിച്ചതെന്ന് കാണും. നിർബന്ധമായിട്ടും ആ സ്ഥലത്തിൻ്റെ പേരും അത് നയിച്ച ആളുകളെ കുറിച്ചുള്ള പേരുകൾ നിർബന്ധമായിട്ടും പഠിക്കാം. ഓക്കെ, ദെൻ നമ്മൾ കാണുന്നു. അതിനുശേഷം നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഡ്രെയിൻ തിയറിയെ കുറിച്ചാണ്. ഓക്കെ, ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ചാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് നടത്തുന്ന വലിയ തരത്തിലുള്ള ഈ കലാപങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചൂഷണങ്ങളെക്കുറിച്ചൊക്കെ തിരിച്ചറിഞ്ഞ ദാദാഭായ് നവറോജി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഈ സ്വാതന്ത്ര്യ സമര സേനാനിയും എക്കണോമിക് സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിട്ടുള്ള ദാദാഭായ് നവറോജി ഉണ്ടാക്കിയിട്ടുള്ള ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തവും ആ ചോർച്ച സിദ്ധാന്തത്തിലുള്ള ഏതൊക്കെ വഴികളിലൂടെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ സമ്പത്ത് ഈ പറയുന്ന പോലെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, ലാസ്റ്റ് വൺ ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഓക്കെ, സിമ്പിളായിട്ട് സ്വദേശി മൂവ്മെന്റ് നമ്മൾ കണ്ടു. സ്വന്തം ദേശത്ത് മാത്രമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക, ബ്രിട്ടീഷ് നിർമ്മിതവും അല്ലെങ്കിൽ വിദേശ നിർമ്മിതമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉപേക്ഷിക്കുക. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ജനങ്ങൾ ചെയ്തതെന്നും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായ 3 പ്രധാനപ്പെട്ട നേതാക്കന്മാർ നമ്മളവിടെ കാണുന്നു. ബാലഗംഗാധര ലാൽ പാൽ ബാൽ എന്ന് പറയുന്ന 3 ആളുകളുണ്ട്. ഓക്കെ, ആ 3 പേര്. ഓക്കെ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് മുതലായ ആളുകളെ കുറിച്ചും അതിനുശേഷം ഈ എന്തൊക്കെയാണ് ഈ ഉള്ള ഇതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതെന്നുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, ഇത്രയുമാണ് ഹിസ്റ്ററിയിലെ 4 ചാപ്റ്ററുകളിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ഈ ചാപ്റ്റർ കൃത്യമായിട്ട് ഈ ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ മുഴുവൻ ചാപ്റ്ററുകളും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഒരുപാട് തരത്തിലുള്ള ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.